നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ ചരിത്രത്തിന്റെ സൂര്യോദയമാണ്. പ്രതിസന്ധികളിൽ തളരാതെ പരിഹാസങ്ങളെ പോരാട്ടവീര്യമാക്കി മാറ്റിയ ഒരു ജനനായകൻ കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന സുദിനം. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു ചാണക്യന്റെ ഉദയം കൂടിയാണ്. കൃത്യം 14 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കുറിച്ച ആ പ്ലാൻ 63 ഇന്ന് വെറുമൊരു പ്രവചനമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കണക്കുകൂട്ടലായി അത് മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചപ്പോൾ 102 എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിൽ UDF ഭരണമുറപ്പിക്കുന്നത് സതീശൻ എന്ന നേതാവിന്റെ നിശ്ചയദാർഢ്യത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണ്. അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും ഒരു വശത്ത് ഇങ്ങനെ അണിനിരക്കുമ്പോൾ മന്ത്രിസഭയിൽ യുവത്വത്തിന്റെ ചോരത്തിളപ്പും സ്ത്രീശക്തിയുടെ കരുത്തുമായി OJ ജനീഷും റോജിയും ജോണും ബിന്ദു കൃഷ്ണയും അടക്കമുള്ളവരും എത്തുകയാണ്. അനുഭവത്തിന്റെയും പക്വതയുടെയും പുതുതലമുറയുടെയും വേഗതയും ഒത്തുചേരുന്ന ഈ സതീശൻ സ്റ്റൈൽ ഭരണം കേരളത്തെ പുതിയൊരു വികസന യുഗത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന വി ഡി സതീശനും മന്ത്രിസഭാംഗങ്ങൾക്കും പുതിയ സർക്കാരിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്.